അത് മാത്രമല്ല സാങ്കേതിക സർവകലാശാലയിൽ സുപ്രീം കോടതി സിസ തോമസിനെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരാളെയും VC ആക്കിയാൽ അതൊരു ഭൂലോക തോൽവിയാകും. ഇരട്ടച്ചങ്കന് സംഭവിക്കുന്ന ഇരട്ട തോൽവിയാകും. അത് ഒഴിവാക്കുക എന്നതുകൂടി ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിപ്പോർട്ട്, അതായത് സജി ഗോപിനാഥിനെതിരെ സിസ തോമസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ, അതൊരു റിപ്പോർട്ടായി ഗവർണർക്ക് സമർപ്പിച്ചു. ഗവർണർ അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അതിനുമേൽ എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യം സംശയകരമാണ്. കാരണം അദ്ദേഹത്തെ വീണ്ടും അവിടുത്തെ തന്നെ VC ആയിട്ട് വെച്ചിരിക്കുക. അപ്പൊ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? അപ്പൊ ആ റിപ്പോർട്ടിന് എന്ത് സംഭവിക്കും? സിസ തോമസ് അത്തരത്തിലൊരു അന്വേഷണം നടത്തി വിശദാംശങ്ങൾ കണ്ടുപിടിച്ചതിന്റെ പ്രയോജനം എന്താണ്? ഇതൊക്കെയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഉയർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഗവർണർക്ക് താല്പര്യമുള്ള ഒരാളെ ഒരു യൂണിവേഴ്സിറ്റിയിലും മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലും നിയമിക്കാനായിരുന്നുവെങ്കിൽ, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പൊറാട്ട് നാടകം എന്തിനു വേണ്ടിയായിരുന്നു?